അപ്പയുണ്ടോ? ചേച്ചി സ്കൂളിൽ പോയോ? പറ ഹലോ പറ. ഹലോ പറയൂല. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ്. വലിയ ആഡംബരമൊന്നുമില്ലാത്ത ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഞാൻ എണീറ്റ അപ്പം തന്നെ അവനെ എണീറ്റ് പോരും കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവനീ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഒന്ന് റെഡിയായി വരാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. നല്ല വാശിയാണ് ആശാന്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ. സ്കൂളിലേക്കും ഞാൻ അവൾക്ക് ഒരു ചപ്പാത്തി റോളാണ് കേട്ടോ കൊടുത്തു വിട്ടത്. പിന്നെ കുറച്ച് സ്ട്രോബെറിയും കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ അവളുടെ ലഞ്ച് ബോക്സും റെഡിയാണേ. ഇന്ന് ശിവചേട്ടന് നൈറ്റ് ഷിഫ്റ്റ് കേട്ടോ, അതുകൊണ്ട് ശിവചേട്ടനും വീട്ടിലുണ്ട്. കണ്ടോ ഇവൻ്റെ കുരുത്തക്കേട് കണ്ടോ? ഈ കുരുത്തക്കേട് കാരണം നമ്മൾ എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് ദൈവത്തിന് മാത്രം അറിയാം കേട്ടോ. ചേച്ചി അങ്ങനെ സ്കൂളിൽ പോകാനൊക്കെ റെഡിയായേ. ബാബ അമ്മ അടിച്ചോളാ, വാ അമ്മ അടയ്ക്കാ വാ. ഇന്നലെ അലക്കിയിട്ട കുറച്ച് തുണിയുണ്ടേ, ഞാൻ അതെടുക്കാൻ വേണ്ടി പോയതാട്ടോ പുറത്ത്. ഇനി കുറച്ച് തുണി അലക്കാൻ ഇട്ടിട്ടുണ്ട്, അതും വിരിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പം അങ്ങനെ ഞങ്ങളുടെ കുളി കഴിഞ്ഞ് കേട്ടോ. ആ ഒരു പണി അങ്ങ് കഴിഞ്ഞാൽ പകുതി സമാധാനമാണ്. ഇനിയിപ്പം അവനെ ഒന്ന് ക്രീം ഇടിച്ച് അവനെ ഡ്രസ്സ് ഇടിക്കുന്ന ഇവിടെ വലിയ പാടാട്ടോ. അപ്പച്ചുവൻ അപ്പയ്ക്ക് ക്രീം ഇട്ട് കൊടുക്കണമെന്നും പറഞ്ഞ് പോണ പോക്കാട്ടോ ഇത്. ഞാൻ പറഞ്ഞില്ലേ, കുളിയൊക്കെ കഴിഞ്ഞ് ആശാനെ ഒന്ന് റെഡിയാക്കണ കുറച്ച് പരിപാടിയാണ്. അവൻ്റേതായിട്ടുള്ള കുറേ കലാപരിപാടികളുണ്ട്. അതിനൊത്ത് നിന്ന് കൊടുത്തില്ലെങ്കിൽ ആളിട്ട് നമ്മൾ വിചാരിക്കുന്നിടത്ത് എത്തത്തുമില്ല. ഒരു മിനിറ്റ്, ഇത് ബട്ടൺ ഇത് പൊട്ടിപ്പോയി. പൊട്ടി അമ്മയുടെ അല്ല, നിന്റെതല്ല. അങ്ങനെ അമ്മയുടെ ഞാനല്ല. ഇത് നോക്കി, കണ്ണടി നോക്കി. സൂപ്പറായോ? 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 നോക്കിട്ട് ഞാൻ പുറത്ത് തുണി വിരിക്കാൻ വന്നപ്പോൾ അവൻ്റെ കാറും എടുത്തിട്ട് വന്ന് ഓടിക്കുന്ന ആട്ടോ ഇത്. ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ ചോറും കറിയൊക്കെ റെഡിയാക്കി കേട്ടോ. ഇന്ന് നമുക്ക് മീൻ വറുത്തതും പരിപ്പ് കറിയും കേട്ടോ. അവന് ഞാൻ കുറച്ച് സ്ട്രോബെറി കൊടുത്തു. കുറച്ചേരം അവൻ്റെ കൂടെ ഇരുന്ന് കളിച്ച് അവനെ ഫോണൊക്കെ വിളിപ്പിച്ച് അങ്ങനെയൊക്കെ കളിച്ചു കേട്ടോ. അപ്പോഴേക്കും ലഞ്ച് ടൈമായി. പിന്നെന്താ, നമ്മൾ കുറച്ച് ചോറൊക്കെ ഉണ്ട്. ചോറ് കൊടുത്തപ്പോൾ അവൻ സൂപ്പറാന്ന് പറയുന്ന കേട്ടോ ഇത്. മീനി വേണോ? മീനി വേണ്ടേ? ചൂട് എന്നാണ്? എന്നാ അമ്മ തരാ വേണ്ടേ? എന്നാ കൂട്ടില്ലേ? കൂട്ടില്ലേ? ചോറൂണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവന് നല്ല ഉറക്കം വന്നിട്ടോ. അല്ലെങ്കിൽ അവനിങ്ങനെ കിടക്കത്തൊന്നുമില്ല. നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കൂടത്തിൽ പോയി ഒന്ന് തട്ടി കൊടുത്തപ്പോഴത്തേക്കും അവൻ ഉറങ്ങി കേട്ടോ. പിന്നെ അവൻ ഉറങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പണികളും ചെയ്യാം. ഞാൻ കുറച്ച് സ്വീറ്റ് പൊങ്കൽ ഉണ്ടാക്കി കേട്ടോ. അവൾക്ക് പൊങ്കൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവൾക്ക് കൊടുക്കാം. പിന്നെ ചേട്ടൻ ഓഫീസിൽ പോകുമ്പം കുറച്ച് കൊണ്ടുപോവുകയും ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാൻ ആക്കിയതാണേ. അവൻ ഉറങ്ങിയ തക്കം നോക്കി ഞാൻ കുറച്ച് പൊങ്കലൊക്കെ കഴിച്ച് മൂവിയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ചേച്ചി പെണ്ണെത്തി. പഠിത്തോ? ചിരിച്ചു പഠിത്തോ? എന്തു പറ്റി? എന്തേ വണ്ടിയിലെന്താ?
ഇനിയിപ്പോൾ സ്കൂളിലെ കുറേ അതും ഇതൊക്കെ പറയാനുണ്ടാവും അവൾക്ക്. അപ്പം ശരി, അത് കേൾക്കട്ടെ കേട്ടോ. ദേ ഞങ്ങളുടെ ഡിന്നർ ഏകദേശം റെഡിയായി കേട്ടോ. സിയോച്ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഞങ്ങളൊരു സിമ്പിൾ പാസ്ത ഉണ്ടാക്കി. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറഞ്ഞല്ല കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ദേ പുതിയൊരു ശീലമുണ്ട്. എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് എഴുതി വെച്ചിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. ഇതില്ല തീർന്നു. അല്ല, നേരത്തെ തന്നപ്പോൾ 2 പേർക്ക് വലിയ വീഴ്ചയില്ല. ഇപ്പൊ തീർന്നപ്പോൾ ഭയങ്കര ഡിമാൻഡാ അല്ലേ? നോ നോ നോ, കൊടുക്കില്ല, അടി കൊടുക്കില്ല. അമ്മ നാളെ ഉണ്ടാക്കി തരാം. അമ്മ നാളെ ഉണ്ടാക്കി. അടി വേണോ ചേച്ചി? അടി വേണോ? ബാ നമുക്ക് ഉറങ്ങാം. ബാ വാങ്ങണം. ബാ. അയ്യോ വാങ്ങണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്. അപ്പ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ ബൈ.